നോട്ട് ഡു എനിത്തിങ് ഫോർ ദ ഫസ്റ്റ് ടൈം വിത്തൗട്ട് ചെക്കിംഗ് യുവർ അപ്ലൈൻ. ഇപ്പൊ നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് കുറെ ഐഡിയാസ് വരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയണമെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി, ഒരു ഏതെങ്കിലും ഒരു കരയോഗമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി സെന്റർ ആവാം. അവിടെ നമ്മൾ നോട്ടീസ് ഒക്കെ വെച്ച് ഹെൽത്തിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ട്, അവിടെ ഒരു വെൽനസ് ക്യാമ്പ് നമ്മൾ വെക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ആളുകൾ അവിടെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ നമ്മുടെ പ്രസന്റേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ആലോചിക്കുന്ന സമയത്ത് പോസിബിലിറ്റി ഉണ്ടോ? വളരെയധികം ഉണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ആദ്യമായിട്ട് അത് ചെയ്യുന്ന സമയത്ത് അപ്ലൈനുമായിട്ട് ചെക്ക് ചെയ്യാതെ ഇത് ചെയ്യരുത്. കാരണം ഒരു പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് ആണോ, പോസിറ്റീവ് റിസൾട്ട് ആണോ നെഗറ്റീവ് റിസൾട്ട് ആണോ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും, എന്ത് കാര്യമാവട്ടെ, ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് അപ്ലൈൻ്റെ അടുത്ത് സംസാരിക്കുക. നിങ്ങൾക്ക് അപ്ലൈൻ്റെ അടുത്ത് ചോദിക്കാതെ ചെയ്യാവുന്ന 2-3 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, അപ്ലൈൻ്റെ അടുത്ത് ചോദിക്കാതെ നിങ്ങൾക്കൊരു ഹോം മീറ്റിംഗ് ഫിക്സ് ചെയ്യാം, ഹോം മീറ്റിംഗ് നടത്താം. പേസ് മീറ്റിംഗ് ഫിക്സ് ചെയ്യാം, പേസ് മീറ്റിംഗ് നടത്തുകയും വേണം. അല്ലാതെ ഇത് അപ്ലൈന്റെ ഒഴിവ് നോക്കിയിട്ട് ഹോം മീറ്റിംഗ് ഫിക്സ് ചെയ്യരുത്. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ബിൽഡ് ചെയ്യുന്ന നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഹോം മീറ്റിങ്ങുകൾ റെഗുലർ ആയിട്ട് നിങ്ങളുടെ ടീമിൽ നടത്തുക എന്നുള്ളത് വളരെയധികം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പേസ് മീറ്റിംഗ് ആണെങ്കിലും ഈ 2 കാര്യങ്ങൾ കൂടാതെ ഏത് മീറ്റിങ്ങുകൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. കാരണം അപ്ലൈൻ ഒരു പക്ഷേ ഇതിന് മുൻപ് ഇതുപോലെ ചെയ്ത് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് ഉള്ള വ്യക്തിയാണോ നമുക്ക് അറിയില്ല. ഇപ്പൊ നമ്മൾ കുഴിയിൽ ചാടുന്നതിന് മുൻപ് കുഴിയിൽ ചാടിയിട്ടുള്ള വ്യക്തിയുടെ ഒരു എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം ചാടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ പറയുന്ന പോയിന്റിന്റെ ഇമ്പോർട്ടൻസ്. എന്ത് കാര്യവും ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് അപ്ലൈനുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യുക. ഓക്കെ.